എൻ്റെ പേര് ഡോക്ടർ അനൂപ് ആർ.സി, കൺസൾട്ടൻറ്റ് ഓർത്തോപീഡിക് ആൻഡ് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് സർജൻ, ഫ്യൂച്ചറിസ്റ്റ് ഹോസ്പിറ്റൽ, കൊച്ചി. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നമ്മൾ നടുവേദന ഡോക്ടറെ കണ്ട് ചികിത്സിക്കേണ്ടത് അല്ലെങ്കിൽ രോഗം നിർണ്ണയിക്കേണ്ടി വരുന്നത്? അതിനുള്ള 10 റെഡ് ഫ്ലാഗ് സൈൻസ് ആണ്. ഒന്ന്, അൺഎക്സ്പ്ലെയിൻ വെയിറ്റ് ലോസ്, കാരണമില്ലാതെയുള്ള വെയിറ്റ് ലോസ്. രണ്ടാമത്, ഫീവർ, ചിൽസ് ആൻഡ് നൈറ്റ് പെയിൻ, പനി, വിറയൽ, രാത്രി മാത്രമുള്ള നടുവേദന. 3, സാഡിൽ അനസ്തീഷ്യ, മലദ്വാരത്തിനും മൂത്ര ഒഴിക്കുന്ന ഭാഗത്തിനും ചുറ്റുമുള്ള അനസ്തീഷ്യ, അതായത് തൊടുന്നതറിയാതെ വരിക. ഇതാണ് സാഡിൽ അനസ്തീഷ്യ. ഇങ്ങനെ ഒരു കണ്ടീഷൻ നമ്മൾ അനുഭവപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഡോക്ടറെ കണ്ട് അസുഖം നിർണ്ണയിക്കേണ്ടതാണ്. നാലാമത്തെ റീസൺ, ന്യൂറോളജിക്കൽ ഡെഫിസിറ്റ്, ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് ബലക്കുറവ് ഉണ്ടാകുക. ഉദാഹരണത്തിന്, കാലിൽ ചെരുപ്പിടാൻ സാധിക്കാതെ വരിക, കാല് പൊക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകുക, കാലിന്റെ പാദം ഉയർത്താനും താഴ്ത്താനും ബുദ്ധിമുട്ടുണ്ടാകുക. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ന്യൂറോളജിക്കൽ ഡെഫിഷ്യൻസിന്റെ കൂടെ വരുന്നു. അഞ്ചാമത്തെ റീസൺ, IVDU, ഇൻട്രാവീനസ് ഡ്രഗ് യൂസേഴ്സ്. നമ്മുടെ നാട്ടിൽ പലരും ഡ്രഗ് അബ്യൂസിന് വേണ്ടിയിട്ട് സൂചികൾ പരസ്പരം കൈമാറി ഉപയോഗിക്കുന്നതാണ്. ഇങ്ങനെയുള്ള രോഗികൾക്ക് നട്ടലിലുണ്ടാകുന്ന ഇൻഫെക്ഷൻസ് വളരെ കോമൺ ആണ്. ഇങ്ങനെയുള്ള ആളുകൾ നട്ടൽ വേദന വരികയാണെങ്കിൽ തീർച്ചയായും ഡോക്ടറെ കണ്ട് ചികിത്സിക്കേണ്ടതാണ്. മറ്റൊരു റീസൺ, സ്റ്റിറോയിഡ് യൂസ് ആണ്. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, SLE തുടങ്ങിയ രോഗങ്ങളുള്ളവർ ദീർഘകാലം സ്റ്റിറോയിഡ് മരുന്നുകൾ എടുക്കുന്നതാണ്. അങ്ങനെയുള്ള രോഗികൾക്കിടയിൽ നട്ടലിലുണ്ടാകുന്ന ബലക്ഷയം, ഇൻഫെക്ഷൻസ് എന്നീ കാരണങ്ങൾ കൊണ്ട് നടുവേദന ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ്. മറ്റൊരു റെഡ് ഫ്ലാഗ് സൈനാണ് തൊറാസിക് പെയിൻ. സാധാരണയുള്ള നടുവേദന നടുവിൻ്റെ താഴെ ഭാഗത്തുള്ളതാണെങ്കിൽ ചിലരിൽ നടുവേദന മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിട്ടും നമ്മുടെ തോൾ പലകൾ അതായത് സ്കാപ്പുലയുടെ ഇടയിലുള്ള സ്ഥലത്ത് വേദന ഉണ്ടാകുന്നതായി കാണും. ഇങ്ങനെയുള്ള ആളുകളും തീർച്ചയായും ഡോക്ടറെ കണ്ട് ചികിത്സിക്കേണ്ടതാണ്. എട്ടാമത്തത്, ക്യാൻസർ, പ്രോസ്റ്റേറ്റ്, ബ്രസ്റ്റ് തുടങ്ങിയ ക്യാൻസർ ഉള്ളവർ നട്ടല് വേദന വരികയാണെങ്കിൽ തീർച്ചയായും മെറ്റാസ്റ്റാസിസ് എന്ന ഒരു രോഗാവസ്ഥ കണ്ടെത്തി ചികിത്സിക്കേണ്ടതാണ്. പ്രോസ്റ്റേറ്റ്, ബ്രസ്റ്റ് തുടങ്ങിയ ക്യാൻസറുകൾക്ക് അവരുടെ ക്യാൻസർ പ്രോസ്റ്റേറ്റിലാണെങ്കിലും അവിടെ നിന്ന് അത് നട്ടലിലേക്ക് സ്പ്രെഡ് ആവാൻ സാധ്യതയുള്ളതാണ്. ഇനി ബവൽ ആൻഡ് ബ്ലാഡർ ഇൻവോൾവ്മെൻറ്റ്, അതായത് മലമൂത്ര വിസർജന സംബന്ധമായ ബുദ്ധിമുട്ടുകളുള്ളവർ നടുവേദനയുണ്ടെങ്കിൽ തീർച്ചയായും നടുവേദനയോടനുബന്ധിച്ച് ഈ ബവൽ ആൻഡ് ബ്ലാഡർ ഡിസ്റ്റർബൻസ് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും ഡോക്ടറെ കണ്ട് ചികിത്സിക്കേണ്ടതാണ്. പത്താമത്തെ റീസൺ, ട്രോമ, വീഴ്ചയ്ക്ക് ശേഷമോ ഒരു വളരെ ഉയരത്തിൽ നിന്നുള്ള വീഴ്ച അല്ലെ ബൈക്കിൽ നിന്നുള്ള വീഴ്ച, ചെറിയ സ്ലിപ്പ് ചെയ്ത് താഴെ വീഴുക, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ശേഷം ഉണ്ടാകുന്ന നടുവേദനയും തീർച്ചയായും ഡോക്ടറെ കണ്ട് ചികിത്സ തേടേണ്ടതാണ്. അതിനോടൊപ്പം രോഗനിർണയം നടത്തേണ്ടതാണ്. ഫ്യൂച്ചറൈസ് ഹോസ്പിറ്റൽ, ഹെൽത്ത് ഇസ് ഹാപ്പിനെസ്.